ഇന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് ഒന്ന് രണ്ട് ചില ലഘു കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇതൊരു ആവർത്തനമായേക്കാം. എന്നിരിക്കലും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ എന്നുള്ളത് വെച്ച് പറയുകയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേപ്പറിൽ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. വെള്ള പേപ്പറിൽ കഥ എഴുതുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്താണ് പറയുക, പിന്നെ അതിനോടൊപ്പം ഞാൻ എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തിരക്കഥ എഴുതുന്ന ആളാണ്, സംവിധാനം ചെയ്യുന്ന ആളാണ്, അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഈ 3 കാര്യത്തിനും ഞാൻ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇതൊന്നും പഠിച്ചിട്ട് തൽക്കാലം കാര്യമില്ല. കാരണം ഈ പഴഞ്ചൻ ഫിലോസഫിയാണ് അവിടെയും പഠിപ്പിക്കുന്നതെന്നൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിറങ്ങിയവരൊന്നും ഗതി പിടിക്കാത്ത കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഴഞ്ചൻ സെറ്റപ്പാണ്. അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന ആളുകളുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അവിടെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കാമെന്നല്ലാണ്ട് ഒരു ഉയർച്ച ഉണ്ടാവത്തില്ല. നമ്മുടെ ഗുരു തട്ടിപ്പോണം നമുക്ക് വലുതാകണമെങ്കിൽ എന്നുള്ളത്. അപ്പം ഇപ്പോൾ തൽക്കാലം അങ്ങനെയല്ല ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ പോലും ചിന്തിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും. ഞാൻ എവല്യൂഷൻ സംബന്ധിച്ച് എവല്യൂഷണറി ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണ്, എൻ്റെ കഴിവുമായി ബന്ധപ്പെട്ട് എന്ന് എങ്കിലും എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിലോസഫി ആയിട്ട് ചേർന്ന് പോകത്തില്ല. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതുകൊണ്ട് ഗുണമൊന്നുമില്ല. അവിടുന്ന് പഠിച്ചിറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ കണ്ടാൽ ഇപ്പോൾ ആരെങ്കിലും പറയുമോ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ആളാണെന്ന്. പണ്ട് ഒരു സുഹൃത്ത് ഞെട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ സിനിമ കാണുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. എന്നെ പരിചയമുള്ളൊരു സുഹൃത്ത്, പരിചയം എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഒന്നുമല്ല, എന്നെ അറിയാവുന്ന ഒരാൾ, കുറച്ച് കാലം കൊണ്ട് പരിചയമുള്ള ഒരാൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്, അവിടെ ഫിലോസഫിക്കൽ പഴഞ്ചൻ പഠിപ്പീരാണ്, ഗുരുശിഷ്യ ബന്ധം സെറ്റപ്പാണ്. അതൊക്കെ പഠിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഗതി പിടിക്കുകയില്ല. മനസ്സിലായോ? അതിന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കണ്ടു നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇനി അത് വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെയൊന്നും നിൽക്കത്തില്ല. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ എനിക്ക് നഷ്ടമാണ്. കാരണം ഞാൻ മോഡേണായിട്ട് തിരക്കഥ എഴുതാൻ പഠിച്ച ആളാണ്. മോഡേണായിട്ട് സംവിധാനം ചെയ്യാനുള്ള എനിക്ക് എൻ്റേതായ സങ്കല്പങ്ങളുണ്ട്. അഭിനയത്തിൽ പുതിയ രീതിയിലുള്ള അഭിനയം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ ഞാനത് തെളിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവരുടെ ഇനി പഴഞ്ചൻ സെറ്റപ്പ് ഞാൻ ഇനി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ ഇതാണ്. ഏറ്റവും ബേസിക് ഇത് ഞാൻ പുതിയതായിട്ട് പഠിച്ചെടുത്തൊന്നുമല്ല. ബേസിക് ഇത് തന്നെയാണ്. ഇനി ഇത് താഴത്തോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ ജീനിലുള്ള കാര്യമാണിത്. എൻ്റെ തലച്ചോറ് ഇങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇവിടെ തൊട്ട് മേളിലോട്ട് ഇനി വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിൽ പഴഞ്ചനിലോട്ട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പഴഞ്ചൻ. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ അവിടുന്ന് പഠിച്ച് എന്താ പറയണേ, ഒക്കെ കിട്ടി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. എന്നാലും രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടോട്ടെ, ഇനി എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ. അതായത് അതുകൊണ്ട് വല്ല നക്കാപ്പിച്ചാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത് അതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് ഏതായാലും അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ മനസ്സിലുള്ള സിനിമ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നടക്കില്ല. അപ്പോൾ അത് ഞാൻ തന്നെ അതിനുള്ള വഴി കണ്ടെത്തി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ അക്കാഡമിക്കലായിട്ട് ഞാൻ എൻ്റെ ഈ കലാപരമായ കഴിവുകളും കൊണ്ട് അക്കാഡമിക്കൽ വഴിയിലൂടെ പോകാത്തത്. അക്കാഡമിക്കൽ വഴിയിൽ നിന്നാണ് അതിന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നോക്കിയാൽ മതി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാരെങ്കിലും ഗതി പിടിച്ചിട്ടുണ്ടോ? ടെക്നീഷ്യന്മാരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്.
ടെക്നീഷ്യന്മാർ പിന്നെ ആ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതല്ല, അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ തിരക്കഥ എഴുതാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചവന്മാരൊക്കെ അല്ലേ 2.25 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പരട്ട ഫിലോസഫി വരട്ട് തത്വങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് വയ്ക്കുന്നത്. അതൊക്കെ നിങ്ങൾ പോലും കാണുമോ സിനിമ? നിങ്ങൾ തന്നെ ഒരു സിനിമ കാണാത്ത എന്നാന്ന് ആലോചിച്ച് നോക്കുക. സമയമില്ല എന്ന് പറയും. സമയമില്ല എന്ന് പറയുമ്പോൾ അത് വിഡ്ഢികൾ പറയുന്ന സമയമില്ലാത്തതുകൊണ്ടല്ല. വിഡ്ഢിന്ന് വീണ്ടും ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ട് ഉപയോഗിച്ചു, സോറി. അത് ഏതാ ഇതിന് വാക്ക്? എന്തായാലും സമയമില്ല എന്നുള്ളത് വെറുതെ പറയുന്നതാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ അതിനകത്തൊന്നുമില്ല. അതെന്താ ഇല്ലാത്ത? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടിറങ്ങിയവന്മാർ പടച്ചു വിട്ടിരിക്കുന്നതല്ലേ ഇത്? കൊടുക്കണ്ടേ അവന്മാർക്കിട്ട്? എന്നാ അവന്മാരവിടെ പഠിച്ചതെന്ന് ചോദിക്കണ്ടേ? അപ്പം അതുകൊണ്ടാണ് എനിക്കിനി അങ്ങനെ തെറിയൊന്നും കേൾക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും പോയി പഠിച്ച് ഇനി പഴഞ്ചൻ പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അത്രയും ബേസിക്കിൽ നിന്ന് ഇനി അത് നെഗറ്റീവ്, അത് അങ്ങോട്ട് താഴത്തോട്ട് പോകാൻ പറ്റില്ല ഒരിക്കലും. ഞാൻ വിചാരിച്ചാൽ പോലും പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ടെക്നിക്കലായിട്ടൊന്നും പഠിക്കാത്തത്. കാരണം ടെക്നിക്കലാണ് ഞാനിത് എൻ്റെ കഴിവ് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിനൊരു പോപ്പുലാരിറ്റി വരുത്തിയിട്ട് വേണം അതേ തത്വങ്ങൾ അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ ആ സ്ട്രക്ചർ പഠിച്ച് മറ്റുള്ള ആൾക്കാരെ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിക്കാൻ കേട്ടോ. ബാപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവമാണ്. അപ്പോൾ അതാണ്. അപ്പം അതുകൊണ്ട് ഇനി അടുത്തൊരു എൻ്റെ കാലം അവസാനിക്കുന്നോടം വരെ എന്നെ വെല്ലാനൊന്നും ഈ കാര്യത്തിൽ ആളൊന്നുമില്ല. അതിൻ്റെ നല്ല അഹങ്കാരമുണ്ട്. ഞാൻ കാണട്ടെ ഒരാൾ ഉള്ളത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണട്ടെ, നോക്കാം. ഈ പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് ഇതിലും കഴിവുള്ള ഒരാളെ കാണട്ടെ. അപ്പം അതിൻ്റെ മറുപടി പറയാം. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ടൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുന്നത്, വെറുതെ ബാക്കിയുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് മോശമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കൊള്ളാവുന്ന ഒരാളെ കാണട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നമുക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ടുണ്ടോ എന്ന്. ഇത് ഏത് മണ്ടനാണ് പറഞ്ഞത് സിനിമയിൽ സിനിമാറ്റോഗ്രാഫറാണ് ഏറ്റവും വലുതെന്നുള്ളത്? അത് തന്നെ ഒരു വീണ്ടും വിഡ്ഢിന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വന്നു. അത് തന്നെ ഒരു മണ്ടത്തരമാണ്. അങ്ങനെ മണ്ടത്തരമൊന്നുമല്ല, അത് തന്നെ ഒരു തെറ്റെന്നും പറയാൻ പറ്റത്തില്ല. ഏത് വാക്ക് ഉപയോഗിക്കും ഇപ്പം? അതൊരു എന്നാ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യും. അത് തന്നെ ഒരു തെറ്റായ ചോദ്യം തന്നെയാണത്. സിനിമാറ്റോഗ്രാഫി എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? എൻ്റെ തൊഴിൽ എഴുതുക, സംവിധാനം ചെയ്യുക, അഭിനയിക്കുക എന്നുള്ളതാണ്. ഞാനെന്തിനാണ് സിനിമാറ്റോഗ്രാഫി പഠിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയും കൂടെ ഇനി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിനിമാറ്റോഗ്രാഫർക്ക് ഉണ്ടാകാൻ പോകുന്ന തിക്തഫലങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതും ഇപ്പോൾ പറഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫിയും സിനിമയുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് സിനിമാറ്റോഗ്രാഫറോട് പോയി ചോദിക്കുക. സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞൊരു കഴിവാണ്. അങ്ങനെയുള്ളവരുണ്ട്, അവരോട് പോയി സംസാരിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിൽ വല്ലതും കയറി പറ്റിയിട്ടുണ്ടോ എന്ന്. എവിടെ കയറി പറ്റാൻ? 25 ഷോർട്ട് ഫിലിമും 100ഓളം എഴുത്തുകളും ഞാൻ ആകാറായി. ഞാൻ ഒരു ഓഡീഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാജയപ്പെടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം അല്ലേ, ഒരു ചുമ്മാ ആരോ പണ്ട് കാലങ്ങളിൽ എങ്ങാണ്ട് പടച്ചു വിട്ടിരിക്കുന്ന ഒരു സിനിമ സ്ട്രക്ചറുണ്ട്, ഒരു രീതിയും ചട്ടങ്ങളും ഇതുമൊക്കെ ഉണ്ട്. അതൊക്കെ ചുമ്മാ ഷട്ടിലടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. വേറെ ഒരു വഴിയില്ലാത്തവർ അതിൽ പോയി തല വെച്ച് കൊടുക്കും. അങ്ങനെയുള്ളവരോടൊക്കെ പോയി ചോദിച്ചു നോക്കിയാൽ മതി. ഞാൻ എൻ്റെ പൈസയും സമയവും കളയാനൊന്നും ഞാനില്ല സിനിമയിലോട്ട് ചാൻസ് ചോദിച്ചു പോയിട്ട്. കാരണം എനിക്ക് കളയാൻ എൻ്റെ ഈ പൈസയില്ല, എനിക്ക് സമയവും ഇല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കാര്യം ചെയ്യാനറിയാം. അത് ചെയ്ത് ഞാൻ തെളിവ് ഇട്ടിട്ടുണ്ട്. അത് കാണുക പോയി. അതുകൊണ്ട് എനിക്ക് ആരുടെയും അവസരവും വേണ്ട, ഞാൻ ആരുടെ അടുത്ത് അവസരം ചോദിച്ച് പോകത്തുമില്ല.
പിന്നെ പോകും, ആവശ്യമുണ്ട്. അതൊക്കെ അതിന് മാത്രം കഴിവുള്ള ആൾക്കാർ വരട്ടെ, അന്നേരം ഞാൻ അവസരം ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ കാണട്ടെന്നേ, ഒരു കഴിവുള്ള ഒരാളെ ഞാൻ കാണണ്ടേ? ഞാനിതുവരെ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ അതാണ്. പിന്നെ ഏണിങ്സ് എന്താണ് എന്നുള്ളത്, ഞാനൊരു ശമ്പളക്കാരനല്ല, ഒരു ജോലിക്കാരനല്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ പോക്കറ്റിൽ നിന്ന് ഒരു 5000 രൂപ എടുത്തെങ്കിൽ തന്നേക്ക്, വലിയ വിഷമമാണെങ്കിൽ. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങ് തന്നേക്കാനേ. എല്ലാം കിട്ടപ്പോരുണ്ടോയെന്നൊക്കെ ഉള്ള ഓർത്ത് വിഷമമാണെങ്കിൽ ഇങ്ങ് തന്നാൽ മതി. 5000 10,000 ഇങ്ങ് പോരട്ടെ. എന്നാ ഇത്ര മടിക്കുന്നത്? ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ്, പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും കലാപരമായ കഴിവുകളും തമ്മിൽ എൻറ്റയർലി വ്യത്യാസമുണ്ട്. ജോലി ചെയ്യുന്ന ഒരാൾ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം ദിവസവും ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും കലാപരമായിട്ടുള്ള ആൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അയാൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊന്നും ഒരു കാരണവശാലും മനസ്സിലാക്കാനോ അറിയാനോ പറ്റത്തില്ല. തികച്ചും ഒരു അറിവില്ലായ്മയാണ് ഈ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടതും വെച്ചുകൊണ്ട് ചുമ്മാ അങ്ങ് പറയുകയാണ്, സ്വന്തം ആദ്യം കൂടെ കൂട്ടിച്ചേർത്ത് ചുമ്മാ അടിച്ചു വിടുക അങ്ങോട്ട്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ മുൻപേർ ഓരോരോ വിഷയങ്ങളെപ്പറ്റി ഇങ്ങനെ വിശദമായിട്ട് വീഡിയോ ചെയ്ത് വിട്ടു പോകുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഈ ചൊറിഞ്ഞോട് വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടായി നേരത്തെ പറഞ്ഞു വരുന്നത്. ആർക്കെങ്കിലും ഇനി വെറുതെ പിണക്കം വരുത്താൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ തുറക്കാനിരിക്കുന്ന വായൊന്ന് അടച്ചേക്ക് എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മുടെ വായിരിക്കണ കേട്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിന് ഞാൻ തയ്യാറാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവസാനമായിട്ട് ആർക്കെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്കെതിരെ എങ്ങനെയാണ് അമ്പ ചെയ്യാൻ നമുക്ക് മനസ്സ് വരിക എന്നോർത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ഞാൻ ലോകത്തിന് മുമ്പിൽ എൻ്റെ കഴിവ് പ്രസൻറ്റ് ചെയ്ത് അത് തെളിയിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. നക്കാപ്പിച്ച ചോദ്യത്തിനൊന്നും എൻ്റെ മുമ്പിൽ ഒരു പ്രസക്തിയില്ല. നാണമുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാനായിട്ട്. എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ പണയം വെച്ച് അതുകൊണ്ടുള്ള തിക്തഫലങ്ങളും അനുഭവിച്ച് ഞാൻ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം ഇവിടെ തള്ളി നീക്കുമ്പോഴത്തേന് കോപ്പരാട്ടി വർത്തമാനമായിട്ട് വന്നേക്കുക. നാണമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ ഉപജീവന മാർഗമായിപ്പോയി. അതുകൊണ്ട് എനിക്കിങ്ങനെയൊന്നും പറയുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല, സങ്കടമാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ സങ്കടമുണ്ട്. ഞാൻ ഇങ്ങനെ ഒരിക്കലും ആരോടും പറയലാത്ത ഞാൻ അതാണ് എല്ലാവരെയും ഞാൻ പാവമാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായി ഞാനൊന്നും തിരിച്ചു പറയാത്തതുകൊണ്ടാണ്. പാവമാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ചൊറിയണ വർത്താനം എന്നോട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്ക് വിഷമമാവും. തിരിച്ച് പറഞ്ഞാൽ ഞാൻ സ്ഥാനത്തെ പറയുള്ളൂ, അത് അച്ചിട്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കത് വിഷമമാവും. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് ഒരു സ്ഥാനത്ത് പറയാൻ എനിക്കറിയാം. ഈ ലോകത്തിലേക്കുള്ള എല്ലാ വിഷയത്തെപ്പറ്റി അത്യാവശ്യം എല്ലാ തരത്തിലുള്ള നോളജും എനിക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്താ പറയേണ്ടത്, എന്താണ് ആളുകൾ പറയുന്നത്, അതിനെങ്ങനെ മറുപടി വേണ്ടതൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. ഈ പറച്ചിലൊക്കെ അവസാനിപ്പിക്കാനും അറിയാം. പിന്നെ എന്തിനാണ് വെറുതെ പറയുന്നവന്മാരിങ്ങനെ റേഡിയോ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അപ്പോൾ അതാണ് ഏണിങ്സ്. ഇങ്ങ് തന്നോളൂ, കൈ നിറച്ച് ഇങ്ങ് തന്നോ, എന്തിനാണ് വിഷമിക്കുന്നത്? എൻ്റെ കാര്യം ഓർത്ത് എനിക്ക് ഏണിങ്സ് ഇല്ല എന്നോർത്ത് വിഷമമാണെങ്കിൽ ഇങ്ങ് പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങ് വീശ്. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ വായിൽ നിന്ന് വരുന്ന സാധനത്തിന് ചിലവില്ലാത്തതുകൊണ്ട് അതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. പോക്കറ്റിൽ നിന്ന് മാത്രം അങ്ങ് പോകത്തില്ല, അല്ലേ? കുഴപ്പമില്ല, അതൊരു സത്യം മാത്രം. പിന്നെ ഈ 2 പരിപാടി ഒരുമിച്ച് കൊണ്ടുപോകാൻ മേലെയെന്ന്, അതായത് പാർട്ട് ടൈം ജോബും പാർട്ട് ടൈം സിനിമയും. അങ്ങനൊരു പരിപാടി ഉണ്ടോ? ഞാൻ ആത്മാർത്ഥപരമായിട്ട് അല്ലെങ്കിൽ കോമഡിപരമായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ? എനിക്കൊരു 3-4 കല്യാണം കഴിക്കണമെന്നുണ്ട്.
അതെങ്ങനെയാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ തത്വം അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? പാർട്ട് ടൈം ഒരു കല്യാണം, പാർട്ട് ടൈം വേറൊരു കല്യാണം, ഒരു 2-3 ഇണകൾ പറ്റുമോ? ഇപ്പോൾ ഒരു ഈർഷ്യ ഉണ്ടായില്ലേ? ഇത് തന്നെയാണ് അത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നത്. അതും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. ഒരു കാര്യം ചെയ്യും, രാവിലെ തൊട്ട് ഉച്ച വരെ ജോലി ചെയ്യും, ഉച്ച കഴിഞ്ഞ് പറമ്പിൽ കിളയ്ക്കാൻ പോകും. എന്ത് പറയുന്നു? അതൊന്ന് ചെയ്ത് കാണിക്കാം. എന്നിട്ട് പിന്നെ ഞാൻ അത് അന്നും ബാക്കി മറ്റേത് ആലോചിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ഒന്നാമത് ഈ വിവരദോഷികൾക്ക് ഈ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുമില്ല, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കവും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തുമില്ല. കണ്ടാൽ പോലും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒരു ടൂള് പോലും കയ്യിലില്ല. എന്നിട്ട് ചുമ്മാ അടിച്ച് അങ്ങോട്ട് വിട്ടേക്കും അങ്ങോട്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പബ്ലിക്കായിട്ടല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പബ്ലിക്ക് കേൾക്കുന്ന സാധനം ഇത്. വിവരദോഷികൾക്ക് മാത്രമല്ല ഈ അഭിപ്രായ വ്യത്യാസമുള്ളൂ. എത്ര പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്നേഹത്തോടെ ആൾക്കാർ പറയും ജീവിച്ചു പോകണ്ടേ എന്തെങ്കിലുമൊക്കെ. അത് വേറെ, ഈ പറയുന്ന വേറെ. ഈ ഓരോരുത്തർ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇത് എവിടുന്നാണ് വരുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന്. ആത്മാർത്ഥതയോടെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സ്നേഹം ഞാൻ മാനിക്കുന്നു. ആ സ്നേഹം അവർക്ക് എന്നും ഉണ്ടാകുമെന്നും എനിക്കറിയാം. പക്ഷെ അതല്ല ഇത്. ചുമ്മാ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ ചുമ്മാ പറഞ്ഞു വിടുക. ആരെങ്കിലും എവിടെയെങ്കിലും കേൾക്കുന്നത് കേട്ട് ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടുക അങ്ങോട്ട്. ചേമ്പിലെ വെച്ച് ആൾക്കാർ നാണം മറച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു ഉടുപ്പ് തുന്നണമെന്ന് വിചാരിച്ചവൻ്റെ അല്ലെങ്കിൽ വിചാരിച്ച ആളുടെ എഫേർട്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അന്നേരം ആ തുണി തുന്നാൻ വേണ്ടി, നൂല് കൊണ്ട് തുണി തുന്നാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഷർട്ടോ പാൻറ്റോ തയ്ക്കാൻ വേണ്ടി, നാണം മറിക്കാനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്ന ആൾക്ക് ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ പോലെ. നീ എന്തിനാണ് തുണി വെച്ച് ഇത് കോണാൻ തയ്ക്കാൻ പോണേന്ന് ചോദിച്ചു കാണും. ചേമ്പിൽ വെച്ച് മറച്ചാൽ മതി എന്ന് അന്നും ഇതുപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഒരു വെളിവും വിവരവും ഇല്ലാണ്ട് ചുമ്മാ അടിച്ച് അങ്ങോട്ട് വിട്ടേക്കും അങ്ങോട്ട്. അപ്പോൾ അതാണ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ചൊക്കെ തനി വീഡിയോ കുറേ സമയമെടുത്ത് എല്ലാ കാര്യങ്ങളും വിവരിച്ച് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യുക സമയമുള്ളപ്പോൾ. അതല്ല ഇങ്ങനെ റേഡിയോ ജോക്കി കളിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് ഭാവനാപരവും കലാപരവുമായിട്ടുള്ള സംഭവവും ജോലിയും വേറെയാണ്. ജോലിക്കാരാണെങ്കിൽ ഒരു ഇന്ന ടാർഗറ്റ് ഉണ്ട്, അത് അതേപോലെ നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇതിവിടെ നമ്മൾ ആദ്യവും കുന്തവും ഇല്ലാണ്ട് വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. വെള്ളത്തിൽ വര വരച്ചിട്ട് അതൊരു വരയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം. ആ പണിയാണ്. രണ്ടും തമ്മിൽ എൻ്റയർലി വ്യത്യാസമുണ്ട്. ഒന്ന് ചെറുത് ഒന്ന് വലുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരെയും വില കുറച്ച് കാണുന്നില്ല, ഒന്നും വില കുറച്ച് കാണുന്നില്ല. പക്ഷെ രണ്ടും ഡിഫറൻ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല. അപ്പം അത്ര വിഷമമുള്ളവരാണെങ്കിൽ 1000, 10,000, 5,000 ഒക്കെ ഇങ്ങ് തന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീണ്ടും റീവിസിറ്റ് ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇത് എനിക്ക് പറയുന്നതിന് നാണമുണ്ട്. എന്നാലും ഒരു ഉദാഹരണം പറയാം. നമ്മൾ അപ്പി ഇടുന്ന പോലെയാണ്. ഇഷ്ടമുള്ളപ്പോൾ അപ്പി ഇടാൻ പറ്റുമോ? എന്നാൽ ഇഷ്ടമുള്ളപ്പോഴല്ലേ അപ്പി ഇടുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. വയറ്റിലോട്ടങ്ങ് വിടാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് കടന്ന് നമ്മളല്ല ഈ അരി ആട്ടുന്ന പോലെ ഇതിനെ കുഴമ്പ് പരുവത്തിലാക്കി വേർതിരിച്ചെടുക്കുന്നത് ഞാൻ കൈകൊണ്ടല്ല. മനസ്സിലായി? അതവിടെ പോയി അകത്തെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിന് കുറേ സമയവും കാലവും എല്ലാം ഇതൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനി അതിൻ്റെ ശാസ്ത്രം പറയാൻ ഞാൻ പോകുന്നില്ല. അപ്പോൾ അന്നേരം അത് വരും. അപ്പോൾ അതുപോലെയാണ് ഈ എൻ്റെ പരിപാടികളും. നമ്മളിതെല്ലാം പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് അത് കഥയായിട്ടോ ഷോർട്ട് ഫിലിമായിട്ടോ ഓരോ ചേഷ്ടകളായിട്ടോ ഒക്കെ വെളിയിലോട്ട് വരണം. അത് പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഈ ജോലി പോലെ വരത്തില്ല. ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അങ്ങ് വരില്ല. ഇതങ്ങ് അകത്തോട്ട് വിടണം. നമ്മളെല്ലാം കാണണം, കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, പ്രാക്ടീസ് ചെയ്യണം. അത് എല്ലാം അറിയണം. ഇതെല്ലാം കൂടെ ഇങ്ങനെ 24 മണിക്കൂറും നമ്മളിങ്ങനെ അകത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു അകത്ത് കടന്ന ഒരു പരുവത്തിലായിട്ട് നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് അത് ഒരു വിധത്തിൽ ഒരു പ്രോഡക്റ്റായിട്ട് വെളിയിലോട്ട് വരും. വെളിയിലോട്ട് വരുമ്പോഴത്തേനും അതിനെ നമ്മൾ പിന്നെയും പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. വരുന്നത് വെച്ച് കാച്ചാൻ പറ്റില്ല. അങ്ങനെയാണിത്. ഞാൻ തമാശയ്ക്കോ ചിരിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അതൊരു കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നോക്ക്. അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഒരു കലാകാരൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കലുഷിതമായിട്ടുള്ള മനസ്സായിരിക്കും. ഇങ്ങനെ ഞൊട്ടുമ്പോഴത്തേനും ആ ഞൊട്ടയ്ക്ക് ഇച്ചിരി സ്പീഡും ഇച്ചിരി ശബ്ദം കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ വയലൻ്റ് ആവും. അത്ര സോഫ്റ്റായിട്ടായിരിക്കണേ. കാരണം ഏത് കാര്യവും സ്വീകരിച്ച് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇരിക്കുന്നത്. അത്രയും സെൻസിറ്റീവാണ്. ഭയങ്കര കലുഷിതമായ മനസ്സിൻ്റെ ഉടമയായിരിക്കും എല്ലാ കലാകാരന്മാരും. ഞാൻ മാത്രമല്ല. ഓരോരുത്തരൊക്കെ കാണാൻ ചെല്ലുമ്പോഴത്തേനും തെറി പറഞ്ഞ് ഓടിക്കണ കണ്ടില്ലേ? അതങ്ങനെയാണ്. അതൊന്നും നല്ലതാണെന്നല്ല പറയുന്നത്. അതൊക്കെ മാറ്റി ഇനിയുള്ള വരെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അത് ഇതുകൊണ്ടൊക്കെയാണ് ഈ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ അഭിനയം പ്രകടമാക്കും. നമുക്കത് കോമാളിത്തരമായിട്ടാണ് തോന്നുന്നത്. ഏതാണ്ട് വലിയ കാര്യമാണ് പറയുന്നത്. അതിങ്ങനെ അഭിനയിച്ചങ്ങ് പറയുക. നമുക്ക് കാണുമ്പോഴത്തേനും ചിരി വരും. അഭിനയം കാണുകയും അതിനെ ഓൾട്ടർ ചെയ്യുകയും അത് എഴുതുകയും ചെയ്യുന്ന ആൾക്ക് വീണ്ടും ഈ കോമാളിത്തരം കാണുമ്പോഴത്തേനും പിന്നെ ദേഷ്യം വരികയില്ലേ? എൻ്റെ ഒരു വശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും പോകത്തില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നവർ കാണുന്നേ. അങ്ങനെ പല പണികളും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അംബാനീനെ കാണുമ്പോൾ ഞാൻ എന്താണ് വിചാരിക്കേണ്ടത്? മഗ്രിഗറിനെ കാണുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കണം? ഷാർസനഗറിനെ കാണുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കണം? ഫോർമുല 1ഉം മോട്ടോ GPയും കാണുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കണം? പ്രഖ്യാനന്ദയെ കാണുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കണം? ഇങ്ങനെ എന്തെല്ലാം കിടക്കുന്നു. ഇതൊക്കെ വളരെ പെട്ടെന്ന് കിട്ടിയ പേര് വെച്ച് ഞാൻ പറയുന്നുള്ളൂ. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഡീൽ ചെയ്ത ചില പേരുകൾ വെച്ച് പറഞ്ഞെന്നുള്ളൂ. ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്ന പോലെ നോക്കാൻ നോക്കി കഴിഞ്ഞാൽ 1000 കോടിക്കണക്കിന് പേരുണ്ട് ലോകത്തിൽ. ഇവരെ പോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു ഗതികേട് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഞാൻ മോഡേൺ രീതിയിൽ എഴുതുന്ന ആളാണ്. മോഡേൺ രീതി എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളെല്ലാവരും മോഡേൺ രീതിയിൽ, പുതിയ എഴുത്തുകാരെല്ലാം മോഡേൺ ആണെന്നൊന്നും ചുമ്മാ പറഞ്ഞു കളയല്ലേ. വരട്ട് തത്വങ്ങളും പെരട്ട് ഫിലോസഫിക്ക് എഴുതി പിടിപ്പിച്ചേക്കുന്നു. ഞാൻ പിന്നെ ആരെ അങ്ങനെ അപമാനിക്കാനും കളിയാക്കാനും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്കൊരു ഇത് വായിച്ചു നോക്കുമ്പോൾ ഇതിന് 1-2 വരി വായിക്കുമ്പോൾ അറിയാം അത് ഏത് വകുപ്പാന്ന്. സംശയമുണ്ടെങ്കിൽ എൻ്റെ കഥയും എൻ്റെ ഷോർട്ട് ഫിലിമും വായിച്ചു നോക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു കാര്യം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അത് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് വിജയിപ്പിച്ചെടുത്ത് അതെല്ലാവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി അതിനെ പോപ്പുലർ ആക്കേണ്ടതുണ്ട്. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പോൾ
അത് ഞാൻ ചെയ്ത് ഇനി തെളിയിക്കാനുണ്ട്. അത് ചില്ലറ കാര്യമൊന്നുമില്ല. എനിക്ക് ആ കഴിവുണ്ട്, ഓക്കെ. പക്ഷേ അത് ആൾക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് അതിനെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എനിക്ക് മേലധികാരിയുടെ എഴുത്തുണ്ട്, ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമാണ്, കാണൂ, കണ്ട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ പോയി പണി നോക്കണോ, ഇപ്പോൾ സൗകര്യമില്ലെന്ന് പറയല്ലേ? രണ്ടിൻ്റെ വ്യത്യാസം കണ്ടോ? അപ്പോൾ എനിക്ക് ഒരാളെ ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തിക്കണമെങ്കിൽ എന്തായിരിക്കും റിസ്ക് എന്ന് ആലോചിക്കുക. ജോലി ചെയ്യുന്ന ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാറ് പറഞ്ഞു കേട്ടോ, സാറാണ് പറഞ്ഞത്, പോടാ പോറേന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് എന്നാലും സാറ് പറഞ്ഞെന്നുള്ളതുകൊണ്ട് മിണ്ടാതെ അങ്ങ് ചെയ്തു കൊടുക്കും. എൻ്റെ ഗതി അതല്ല. എനിക്കൊരു കാര്യം, ഒരു പ്രോഡക്റ്റ് ഞാൻ ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകൾ കണ്ട് അവരവരുടെ സ്വന്തം താല്പര്യത്തിൽ ഇഷ്ടപ്പെടണം. എൻ്റെ കയ്യിൽ രാജാവിൻ്റെ വിജ്ഞാപനമുണ്ട്, നിങ്ങളിത് ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പോൾ നടക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? രണ്ടിൻ്റെ വ്യത്യാസം നോക്കുക. ഇതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി ചിന്തിക്കണം. പിന്നെ അതിന് റിസ്ക് ഉണ്ട്. എൻ്റെ കഴിവും കൊണ്ടല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് ഞാൻ എടുക്കണം. എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ള തിക്തഫലങ്ങളെല്ലാം എനിക്കുണ്ട്. ഞാനത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാനത് പുറത്താരോടും പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എത്രമാത്രം എഫേർട്ടാണ്, എത്രമാത്രം ദുരിതത്തിലായിരുന്നു ഞാനെന്നുള്ളത് വൺസ് ഞാൻ പോപ്പുലറായി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ വിചാരണ ചെയ്യപ്പെടും. എങ്ങനെ എൻ്റെ ജേർണി എന്തായിരുന്നു, എങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി എന്നൊക്കെയുള്ളത് മൊത്തം ചികഞ്ഞെടുക്കപ്പെടും. അപ്പോഴേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ എത്രമാത്രം റിസ്കിലായിരുന്നു ഞാൻ, എങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ. ഇപ്പോൾ ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. 100 ന്യായം പറഞ്ഞുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് ഓരോന്നൊക്കെ ചുമ്മാ അങ്ങ് പടച്ചങ്ങോട്ട് വിടും. ശ്രീബുദ്ധനൊന്നും ജോലിക്ക് പോയിട്ടൊന്നുമില്ല, അയാൾക്ക് ബാങ്ക് ബാലൻസും ഇല്ല. അപ്പോൾ കാര്യങ്ങൾ ഗൗരവപരമായ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ കഴിവിതാണ്, എനിക്കത് ചെയ്താലേ ഉള്ളൂ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സോഷ്യലായിട്ട് നോക്കുമ്പോൾ അത് എനിക്കൊരു കഴിവ്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്, മറ്റൊരുപാട് ആളുകൾ എടുത്ത കഴിവുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കഴിവും അങ്ങനെ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ട് മാറ്റേണ്ടതുണ്ട്. സോഷ്യലായിട്ട് നോക്കുമ്പോൾ എൻ്റെ കഴിവുകൾ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ കഴിവ് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്, ജനങ്ങളിലേക്ക് വിടുക എന്നുള്ളത്, ഞാൻ അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഓരോ മനുഷ്യനുണ്ട് കടമ, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, എനിക്കറിയാവുന്ന ഇതാണ്, എൻ്റെ കഴിവ് ഇതാണ്, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അപാര റിസ്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നമ്മളെ അപമാനിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എങ്ങനെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വക ചോദ്യങ്ങൾക്കെല്ലാം മുമ്പേറെ ഞാൻ ഉത്തരം പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, വീണ്ടും വീണ്ടും അത്തരം ചോദ്യങ്ങളൊക്കെ ആവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാലിലൊന്നും ആർക്കും നിൽക്കാൻ പറ്റുമൊന്നുമില്ല. എല്ലാവരും കൂടെ സഹകരിച്ചേ ഉള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും അങ്ങനെ സ്വന്തം കാലിൽ നിൽപ്പുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഇനി മുന്നോട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടം കൊണ്ട് ഞാനിത് നിർത്തുന്നു. താങ്ക് യു.